കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പി. കോൺഗ്രസ് ഡീൽ എന്ന ആക്ഷേപവുമായി എൽ.ഡി.എഫ്. പഞ്ചായത്ത് ഇലക്ഷനിൽ നടത്തിയ യു.ഡി.എഫ്. ബി.ജെ.പി. ഡീൽ നിയമസഭ ഇലക്ഷനിലും വ്യാപിപ്പിക്കാനാണ് ശ്രമമെന്നും സി.പി.എം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി.കെ. ഡേവിസ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ മാറ്റി 2020 സ്ഥാനാർത്ഥിയെ അവരോധിച്ചു. മണ്ഡലത്തിലെ യു.ഡി.എഫ്. സ്ഥാനാർത്ഥിയാണെങ്കിൽ ബി.ജെ.പിയുടെ വോട്ട് വേണ്ടെന്ന് പറയുന്നില്ലെന്നും പി.കെ. ഡേവിസ് അഭിപ്രായപ്പെട്ടു. ഇതിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരിക്കും കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലേക്ക് ആകെ വ്യാപിപ്പിക്കുന്നു എന്നതാണ് വസ്തുത. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തവണ ബി.ജെ.പിയുടെ കാൻഡിഡേറ്റ്, ബി.ജെ.പി. മുന്നണിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചത് ബി.ഡി. ജയസുകാരനെ ഇവിടുന്ന് തെറിപ്പിച്ചു. എന്നിട്ട് ബി.ജെ.പിയുടെ ഒറിജിനൽ താമര ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി കൊണ്ടുവന്നു. അയാളിവിടെ ക്യാമ്പ് ഓഫീസ് തുറന്നു, കൊടുങ്ങല്ലൂർ ആഫീസ് തുറന്നു, പ്രവർത്തനം ആരംഭിച്ചു. അയാളെ മാറ്റി. എന്നിട്ട് കൊടുത്തത് 2020-ക്കാണ്. 2020-ക്ക് സീറ്റ് കൊടുത്തു. 2020-യുടെ പ്രതീതിയുടെ പേരിൽ കുറെ ബോർഡുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നു വെച്ചു എന്നുള്ളതല്ലാതെ തെരഞ്ഞെടുപ്പ് ഇത്രയും ഞങ്ങളൊക്കെ 2 വട്ടം 3 വട്ടം പ്രവർത്തനം കഴിഞ്ഞു. ഇവരുടെ ബി.ജെ.പി. മുന്നണിയുടെ ഒരു തരത്തിലുള്ള പ്രവർത്തനവും ഇവിടെ ആരംഭിച്ചിട്ടില്ല. ഇവിടെ മത്സരിക്കുന്ന യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് ഇതിനോടുള്ള ഈ ബി.ജെ.പിയുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥത തെളിയിക്കേണ്ടതല്ലേ അദ്ദേഹം? മിണ്ടുണ്ടോ? മാളയിലെ ഈ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് എന്താ യു.ഡി.എഫ്. നേതാക്കന്മാരുടെ നിലപാട്? ഇവിടെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്, ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, KPCC പ്രസിഡന്റ് ഉണ്ട്, VD സതീശനുണ്ട്, എല്ലാവരും ഉണ്ട്. യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ട്. ഇപ്പൊ വേറെയും കുറെ നേതാക്കന്മാർ വരാനുണ്ടോ യു.ഡി.എഫിനെ ജയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്? ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ വരുമെന്ന് പറയണ്ടല്ലോ. ഇവര് മിണ്ടുന്നില്ലേ? ഇവർക്ക് കണ്ണില്ലേ? ഇവർക്ക് കാഴ്ചയില്ലേ? പ്രതികരണമില്ലേ? നിങ്ങളൊന്നും അവരോടൊന്നും ചോദിക്കുന്നുമില്ല.